രവിതേജ ചിത്രമാണല്ലോ ഈഗിൾ എന്ന ചിത്രം. ഈ സിനിമയുടെ സംവിധായകന്റെ അടുത്തൊരു ചിത്രം ഇപ്പോഴത്തെ വരുന്നു. ഈ സിനിമയിൽ ഇപ്പോഴത്തെ പ്രധാന വേഷത്തിൽ ദുൽഖറും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ഒരു സൂപ്പർ ഹീറോ സബ്ജക്റ്റ് ആണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. സിനിമയിൽ നായകനായി എത്തുന്നത് തേജ സജയും കൂടിയായിരിക്കും. ശിവാർത്തിനെ നായകി എ ആർ മുരുകദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് SK-23. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി മൃണാൽ താക്കൂറിന് പകരം ഇപ്പോൾ പൂജ ഹെഗ്ഡെ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ ആയിരിക്കും ആരംഭിക്കുക. സിനിമ ഒരു ആക്ഷൻ ഫിലിമും കൂടിയാണ്. കമൽഹാസൻ നായകനാവുന്ന കമൽഹാസന്റെ 237ാമത്തെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോംബോയും കൂടിയാണ് ഇത്. ഈ സിനിമ ഇപ്പോഴത്തെ സംവിധാനം ചെയ്യുന്നത് അൻബറിയു മാസ്റ്റേഴ്സും കൂടിയാണ്. സിനിമ നിർമ്മിക്കുന്നത് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസും കൂടിയാണ്. എന്തായാലും ഈ സിനിമ ഒരു പക്ക ആക്ഷൻ ഫിലിം ആകുമെന്ന് ഉറപ്പിക്കാം. അജിത് നായകനാവുന്ന ആക്ഷൻ ചിത്രമാണല്ലോ വിടാമുയർച്ചി. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോഴത്തെ വരുന്നു. മാർച്ച് മാസമായിരിക്കും ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അസർബൈജാനിൽ ഷൂട്ട് നടക്കുന്ന ഈ സിനിമ ഫെബ്രുവരി മാസമായിരിക്കും ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആകുക എന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. വിഷ്ണു വിശാൽ വില്ലൻ വേഷത്തിൽ വരുന്ന ഒരു സിനിമ വരുന്നു. സംവിധായകൻ ഗോകുൽ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ സിനിമയിൽ നായകനായി, അതായത് പോസിറ്റീവ് ക്യാരക്ടറായി തമിഴ് സിനിമയിലെ തന്നെ ഒരു വലിയൊരു സ്റ്റാർ ആയിരിക്കും വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ റോബറിയെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. സിനിമയിൽ ഡാർക്ക് കോമഡിയും അതുപോലെ നല്ല രീതിയിൽ ആക്ഷനും പ്രാധാന്യമുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അനിരുദ്ധിന്റെ മലയാളത്തിലുള്ളൊരു സിനിമ വരുന്നു. ഇപ്പോഴത്തെ ആ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ടൈസൺ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ അനിരുദ്ധ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വർഷം താനൊരു മലയാള സിനിമ ചെയ്യുമെന്നും അതൊരു പാനത്തിന് സിനിമ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അനിരുദ്ധ് തന്നെ പറഞ്ഞിരിക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വമ്പൻ താരങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. ഹോംബാല ഫിലിംസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബ്ലസ്സിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ വരുന്നതായി ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. പ്രൊഡ്യൂസറായ PK സജീവാണ് ഈ കാര്യം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് കേട്ടതോടെ ആരാധകരും സിനിമാ പ്രേമികളും ഇപ്പോൾ വമ്പൻ കാത്തിരിപ്പിലും കൂടിയായിരിക്കും. ജനുവരി മാസം റിലീസ് ഉറപ്പിച്ച ഒരു ചിയാൻ വിക്രം ചിത്രമായിരുന്നു തങ്കലാൻ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോൾ പോസ്റ്റ് പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമ ഏപ്രിൽ മാസമായിരിക്കും റിലീസിനുണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ VFX വർക്ക് കാരണമാണ് ഈ സിനിമ വഴുകിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിവിൻ പോളിയുടെ വളരെ പ്രതീക്ഷയോടെ വരുന്ന ഒരു ചിത്രമാണ് മലയാളീസ് ഫ്രം ഇന്ത്യ എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ 6 സോങ്ങുകളായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 2 സോങ് റിലീസിന് മുമ്പേ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഫെബ്രുവരി മാസമായിരിക്കും ഒരു പക്ഷേ റിലീസിനും ഉണ്ടാവുക. ധനുഷ് നായകനാവുന്ന അടുത്തൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ് D51 എന്ന ചിത്രം. ശേഖർ കമൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ഫിലിമും കൂടിയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. ജനുവരി മാസം 24-ാം തീയതി ആയിരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുംബൈ, കൊച്ചി എന്നീ സ്ഥലങ്ങളാണ് ഈ സിനിമയുടെ മേജർ ലൊക്കേഷനെല്ലാം വരുന്നത്. ജയം രവി നായകനാവുന്ന അടുത്ത ചിത്രമാണ് സൈറൻ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ഡയറക്റ്റായി OTT റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ജനുവരി മാസം അവസാനം തന്നെ ഉണ്ടായേക്കുമെന്നാണ് പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. ജയം രവിയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, കീർത്തി സുരേഷ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. SJ സൂര്യ നായകനാവുന്ന അടുത്ത ചിത്രം വരുന്നു. സിനിമ സംവിധാനം ചെയ്യുന്നത് റെമോ, അതുപോലെ കാർത്തിയുടെ സുൽത്താൻ സിനിമയെല്ലാം സംവിധാനം ചെയ്ത ഭാഗ്യരാജ് കണ്ണനും കൂടിയാണ്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് തലവൻ എന്ന ചിത്രം. ആസിഫ് അലിയും ബിജു മേനോനും പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ ഇപ്പോഴത്തെ ഫെബ്രുവരി മാസം 23-ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു കോപ്പ് സ്റ്റോറി ചിത്രവും കൂടിയാണ്. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര എന്നിവരെല്ലാം പ്രധാന വേഷത്തിൽ വരുന്ന സിനിമയാണല്ലോ ടെസ്റ്റ് എന്ന ചിത്രം. ഈ സിനിമ ഒരു ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ നയൻതാരയുടെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.